ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ച് സൗദിക്ക് വന്ന ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്ത് പോകുന്നത് ഇന്നാണ് കേട്ടോ. ഞങ്ങൾക്ക് പോകുന്നത് അൽ സുവൈദി പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ സൗദിയിലുള്ള എല്ലാവർക്കും, സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ റിയാദിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഈ ഒരു പാർക്ക്. അപ്പോൾ എല്ലാ വർഷവും വിൻ്റർ സീസൺ സ്റ്റാർട്ട് ആകുമ്പം റിയാദിൽ അല്ലെങ്കിൽ സൗദിയിലൊക്കെ ഇങ്ങനെ ഓരോ പാർക്കുകളും അറേഞ്ച്മെൻ്റ് ഉണ്ടാവും കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഉള്ളത് ബോലേവാർഡ് റിയാദ് വേൾഡും ബോലേവാർഡ് സിറ്റിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വൻ സെറ്റപ്പ് ആയിരുന്നു ഈ ഒരു സുവൈദി പാർക്കിലും ഉണ്ടായത്. ഇവിടെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കൺട്രികളും ഇല്ലേ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ കൺട്രികളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ കൾച്ചറൽ എന്താ പറയുക സ്പെഷ്യാലിറ്റീസും എല്ലാം ഇവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഒട്ടേറെ മലയാളികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ടും എല്ലാ വർഷവും വരാനായിട്ട് നോക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അൽ സുവൈദി പാർക്കിൽ വന്നത് കേട്ടോ. സംഭവം രസമായിട്ടുണ്ട്. എല്ലാ കൺട്രീസിനും ഇവരിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്താണെങ്കിലും ഇന്ത്യക്കാർക്ക് ഇന്ത്യ കാണുമ്പോഴേക്കും ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മളിത് ഉഗാണ്ടയും പാകിസ്ഥാനും യമനും എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യയുടെ അടുത്തേൽ വന്നിട്ട് കുറേ നേരം ഇന്ത്യയുടെ ആ ഒരു പിക്ചറിൻ്റെ ചോട്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിയുമ്പോൾ അവിടെ വേണ്ട സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയവർക്ക് ആർക്കും കയറി കളിക്കാനൊന്നും പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളെ എന്താ പറയുക രക്ഷകർത്താക്കൾക്ക് വേണമെങ്കിൽ കയറാം, പക്ഷെ ബാക്കി ആരെയും അവർ കടത്തി വിടുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനും ഒരു കൈ നോക്കിയേനെ. പക്ഷെ നമ്മൾക്ക് അങ്ങനെ കയറി കളിക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. എന്താണെങ്കിലും ഡാൻസ് സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കേട്ടോ. അവർ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു എൻജോയ്മെൻറ്റ് കാണുമ്പോഴല്ല നമ്മൾക്ക് കൂടുതൽ സന്തോഷമാവുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് നേരെ അങ്ങ് നടന്നു. കുറേയൊക്കെ നടക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ കൺട്രീസിൻ്റെ തന്നെ അവർ വേറെ രീതിയിൽ കുറേ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സ്റ്റേജിൽ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും കാണാനായിട്ട് നിന്നില്ല, കാരണം അതൊന്നും നമുക്ക് വലിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല. ഇതിലിങ്ങനെ നടക്കാം, കാഴ്ചകളൊക്കെ കാണാം. പിന്നെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള ഒരു അവസരം, അതായത് എല്ലാ ദിവസവും റൂമിനകത്തിരിക്കുക, സ്കൂളിൽ പോകുക, ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് വന്നപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.